നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര കിഴക്കുമുറിയിൽ വീട് കത്തി നശിച്ചു. പെരിങ്ങോട്ടുകര GHS LP സ്കൂളിൽ പ്രീ സ്കൂൾ വർണ്ണക്കൂടാരവും സ്മാർട്ട് ക്ലാസ് റൂമും ഉദ്ഘാടനം ചെയ്തു. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായ ഓട്ടോ ഡ്രൈവറെ അനുമോദിച്ചു. വാർത്തകൾക്ക് വിശദമായി. പെരിങ്ങോട്ടുകര കിഴക്കുമുറി മുറിച്ചുത്തി വളവിൽ വീട് കത്തി നശിച്ചു. ചാലിശ്ശേരി സൈമന്റെ വീടാണ് വ്യാഴാഴ്ച രാത്രി 7:30 കത്തിയത്. ഈ സമയത്ത് വീട്ടുകാർ പുറത്തായതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ, രേഖകൾ, വയറിംഗ്, ഫാനുകൾ, സ്വിച്ചുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഒട്ടേറെ സാധനങ്ങളാണ് കത്തി നശിച്ചത്. നാട്ടുകാരും നാട്ടിക അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൈമന്റെ ഏക മകളുടെ വിവാഹ നിശ്ചയം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ദുരന്തം ഉണ്ടായത്. അന്തിക്കാട് നടുപറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, തുടർന്ന് ദീപാരാധന എന്നിവയും ഉണ്ടായി. തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്കും മഹാവിഷ്ണുവിനും ഭുവനേശ്വരിക്കും പത്മമിട്ട പൂജ, തായമ്പക, സഹസ്രനാമാർച്ചന, അത്താഴ പൂജ, തുടർന്ന് ഭദ്രകാളി ദേവിക്ക് കളമെഴുത്ത് പാട്ട്, ശേഷം എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രിമാരായ ഡോക്ടർ വിജയൻ ശാന്തി, സതീശൻ ശാന്തി, ക്ഷേത്ര മേൽശാന്തി രാഹുൽ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് NG പ്രിയമോൻ, സെക്രട്ടറി NR സുഗതൻ, ട്രഷറർ NS ശശികുമാർ, വൈസ് പ്രസിഡന്റ് സീന പവിത്രൻ, ജോയിന്റ് സെക്രട്ടറി മഞ്ജുള രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സർദാർ ഗോപാലകൃഷ്ണൻ 76ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. KC പ്രസാദ്, CM നിസാർ, KK അനിൽകുമാർ, TN ഉദയൻ, പ്രമീള ബൈജു, BD പ്രേംപ്രസാദ്, KC സുധ, സുലേഖ ജമാൽ, IN സുധീഷ്, NS ഫാരിസ് എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര GHS LPSൽ SSK പദ്ധതിയുടെ ഭാഗമായി പ്രീ സ്കൂൾ വർണ്ണക്കൂടാരവും സ്മാർട്ട് ക്ലാസ് റൂമും ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരിലേക്ക് എത്തിയിരിക്കുന്നത് SSKയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു വലിയൊരു പദ്ധതി, അതായത് കുട്ടികൾക്ക് കളിച്ച് ചിരിച്ച് ഉല്ലസിക്കാനും അവർ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഒരു ക്ലാസ് മുറി, ഒരു സൗകര്യം, അവർക്ക് കളിസ്ഥലം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് വേൾഡ് ബാങ്കിൽ നിന്നും SSK പദ്ധതി ജില്ലാ സ്റ്റേറ്റ് ഫണ്ടും ഉപയോഗിച്ചിട്ട്.
ഇങ്ങനൊരു പദ്ധതി ഇന്നിവിടെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് അഭിമാനത്തോടു കൂടി നമുക്കത് ആ പദ്ധതിയെ നമുക്ക് വരവേൽക്കാം. എനിക്ക് വരുന്നത് ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് പഠിച്ചു വന്നിട്ടുള്ളത്. അന്നൊക്കെ ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ട്, പക്ഷെ കുട്ടികളില്ല. ആ ഒരു രീതിയിലാണ് അന്നത്തെ നിലവാരത്തിലുള്ള ഗവൺമെന്റ് സ്കൂളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് ഗവൺമെന്റ് സ്കൂളുകൾ പോലുള്ള പ്രൈവറ്റ് സ്കൂളുകളിലാണ് കുട്ടികൾ, എല്ലാ അച്ഛനമ്മമാരും അവിടേക്കാണ് കുട്ടികളെ ചേർത്താൻ വേണ്ടി മുന്നേ തന്നെ 1 മാസം 2 മാസം മുന്നേ തന്നെ അവിടെ വൈകിയായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കലുണ്ടാവും. ചേർത്താൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ നേരെ തിരിച്ച അവിടെ കുട്ടികളില്ലാതെ ടീച്ചർമാർ കുട്ടികളെ തപ്പി നടക്കാം. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും മാറി താന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷനായി. തൃശൂർ SSK DPO രമേശ് NK പദ്ധതി വിശദീകരണം നടത്തി. താന്യം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീന സുനിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR പ്രതീഷ്, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ഷാനിബ നൌഷിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MB സുരേഷ്, ചെയർപ് AEO AV സുനിൽകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു PS, പ്രധാനാധ്യാപിക ഗീത CR, PTA പ്രസിഡന്റ് സുഖേന്ദു സെൻ, LP സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീദേവി A എന്നിവർ സംസാരിച്ചു. കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച മത്സ്യബന്ധനം ബ്ലാങ്ങാട് ബീച്ചിൽ 7 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തു. കടലിൽ കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങൾ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്നാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 7 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളുമാണ് സംയുക്ത സംഘം പിടികൂടിയത്. കൃത്രിമ പാരുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം വ്യാപകമാണെന്ന പരാതിയെ തുടർന്നായിരുന്നു സംഘം പരിശോധനയ്ക്കിറങ്ങിയത്. 3.25 ലക്ഷം രൂപ പിഴ ചുമത്തി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി KPയുടെയും കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബി വർഗീസിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് വള്ളങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാര് നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത്. കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങളിൽ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നതായാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കണവ പിടിക്കാനാണ് കൃത്രിമപ്പാര് ഉണ്ടാക്കുന്നത്. ഉപയോഗശൂന്യമായ വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കന്നാസുകളും തെങ്ങിൻ കുരഞ്ഞിലും മറ്റും കൂട്ടിക്കെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് 25 നോട്ടിക്കൽ മൈൽ ദൂരെ ആഴക്കടലിൽ നിക്ഷേപിച്ചാണ് കണവ പിടിക്കുന്നത്. ഇവ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ GPS പൊസിഷൻ രേഖപ്പെടുത്തി സൂക്ഷിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഇതേ സ്ഥലത്ത് ചെന്ന് ചൂണ്ടയിട്ട് കണവ പിടിക്കുന്നതാണ് ഇവരുടെ രീതി. 2-3 തവണത്തെ ഉപയോഗശേഷം ഇവ ഉപേക്ഷിച്ച് കടലിൽ മറ്റൊരു പാര് സൃഷ്ടിക്കും. ഇത്തരത്തിൽ ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ അനധികൃത കൃത്രിമപ്പാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല എന്നാണ് പരാതി. പലപ്പോഴും വലകൾ അനധികൃത കൃത്രിമപ്പാരുകളിൽ കുടുങ്ങി നശിച്ച് വൻ നഷ്ടം ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. കൃത്രിമ പാരുകൾ കടലിൽ മലിനീകരണം ഉണ്ടാക്കുകയും കടൽ ജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും മത്സ്യലഭ്യത കുറയ്ക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ER ഷിനിൽകുമാർ, BM ഷൈബു, BN പ്രശാന്ത് കുമാർ, മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് SI ജലീൽ, ASI ഉദയകുമാർ, CPO സുധിലാൽ, റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, വിപിൻ, സിജീഷ്, ഡ്രൈവർ അഷ്റഫ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ രാത്രികാല പരിശോധന ഉണ്ടാകുമെന്നും പ്ലാസ്റ്റിക്കും കുരഞ്ഞിലുകളും കയറ്റിവരുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതി ശാക്തീകരണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ KR വൈദേഹി പദ്ധതി വിശദീകരിച്ചു. കില ജെൻഡർ RP അനിത ബാബുരാജ് ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി കൂടുമ്പോൾ തന്നെ വക്കീലിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം.
ഒരു പോലീസിന്റെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ കഴിഞ്ഞത് സംഘാടക സമിതിയുടെ ഗ്രാമപഞ്ചായത്ത് അതിലുണ്ടായിരുന്നു. അന്ന് പോലീസും വക്കീലും കൂടി വന്നിരുന്നു. അപ്പൊ തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു, വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി കൂടുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു സേവനം കൂടി നമുക്ക് ഒരു പ്രാതിനിധ്യം. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. മുറ്റിച്ചൂർ തണ്ടിയേക്കൽ ശ്രീ ഭുവനേശ്വരി ദേവി, ശ്രീ ഭദ്രകാളീശ്വരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനമായ ബുധനാഴ്ച രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, തുടർന്ന് ആചാര്യഭരണം, നവകം, പൂജകൾ, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് മുത്തപ്പന് രൂപക്കളം ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, തുടർന്ന് തിരുവാതിരക്കളിയും അരങ്ങേറി. രാത്രി ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം നടന്നു. വ്യാഴാഴ്ച തോറ്റ മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ കരിങ്കുട്ടി സ്വാമിക്ക് കളം, തുടർന്ന് വൈകിട്ട് ദീപാരാധന, കേളി, കൊമ്പ്, പറ്റ്, തായമ്പക എന്നിവ നടന്നു. രാത്രി ഭദ്രകാളീശ്വരി ദേവിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പും നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ
പ്രസിഡന്റ് TS രാമചന്ദ്രൻ, സെക്രട്ടറി TS ബാബു, ട്രഷറർ TR ദിലീപ് കുമാർ, ക്ഷേത്രം മേൽശാന്തി KS ശ്രീകുമാർ തന്ത്രി, ക്ഷേത്രം ശാന്തി ഷിജിൽ PK എന്നിവർ നേതൃത്വം നൽകി. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായ പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്ററിലെ ഓട്ടോ ടാക്സി ഡ്രൈവർ സമിൽ തണ്ടാശ്ശേരിയെ താന്യം മണ്ഡലം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര, തോമസ്, ഷിജു തണ്ടിയേക്കൽ, കുമാരൻ, രഞ്ജിത്ത്, സതീശൻ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. അസമിലിനെ വഴിയിൽ നിന്ന് ഏകദേശം 16 ഗ്രാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ രീതിയിൽ 2 പവൻ തൂക്കമുള്ള ചെയിൻ വഴിയിൽ നിന്ന് കിട്ടുകയും അത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുന്ന വലിയൊരു സത്യസന്ധത കാണിച്ചിരിക്കുകയാണ് സമിൽ. ആദ്യമേ തന്നെ കൃത്യമായ അഭ്യന്തരങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ നാടിന് ഇത്തരത്തിലുള്ള സത്യസന്ധരായിട്ടുള്ള ചെറുപ്പക്കാരെയാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അതുമായി സത്യസന്ധത പുലർത്തുന്നവരെയാണ് നമുക്ക് ആവശ്യം. ഒരു 2-2.25 ലക്ഷം രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ആ 2 പവൻ തൂക്കമുള്ള ചെയിനിപ്പോൾ ഇന്നത്തെ രീതിയിൽ വരിക. അത് തിരിച്ചു കൊടുക്കാനുണ്ടായ ആ സാഹചര്യം ഏറ്റവും മഹത്തരമാണ്. അത് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയപ്പോൾ ഏൽപ്പിക്കുകയും അവിടെ നിന്ന് ആളുകളെ കണ്ടെത്തിയപ്പോൾ അത് തിരിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഇങ്ങനെ വാടക പോയപ്പോഴാണ് അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് ചെയിൻ. ഞാൻ അപ്പം തന്നെ സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയും അവർ യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തി ഒരു പുറത്തുന്ന സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. അവർ വൈകിട്ട് വിളിക്കുകയും നമ്മളത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CSR പദ്ധതികളുടെ ഭാഗമായി കഴിമ്പ്രം VPM SNDP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി ആസക്തി, ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ, രാസലഹരി എന്നിവയ്ക്കെതിരെ മാജിക് ഷോ സംഘടിപ്പിച്ചു. മജീഷ്യൻ നാഥ് അവതരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജിത്ത് PS, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, PTA അംഗം ദേവൻ, സോഷ്യൽ വർക്കേഴ്സ് അംഗങ്ങളായ അഖില PL, ഫാത്തിമ ഷെറിൻ, ജസീല മോൾ N, ആദിത്യ ഭാനു, ഗ്രേസ് തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്പയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടിനും പായസപൂജയ്ക്കും സമാപനമായി. ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, വീരഭദ്രസ്വാമിക്ക് കളം, ഉച്ചയ്ക്ക് പൊന്നൻ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധന, രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജിനേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PG സിദ്ധാർത്ഥൻ, സെക്രട്ടറി PK സുരേഷ് ബാബു, ട്രഷറർ PS ജഗദീശൻ, വൈസ് പ്രസിഡന്റ് PB സതീശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം ഈ മാസം 25, 26, 27 തീയതികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഞായറാഴ്ച വൈകിട്ട് 5-ന് ചമയ പ്രദർശനം, 7-ന് ഗാനമേള, തിങ്കളാഴ്ച ഉത്സവ ദിവസം രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 10:30-ന് ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 4:30-ന് 7 ആനകളെ അണിനിരത്തിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ്, പാക്കത്ത് ശ്രീകുട്ടൻ തിടമ്പേറ്റും. പൂനാരി ഉണ്ണികൃഷ്ണനും പനങ്ങാട്ടിരി മോഹനൻ മാരാരും പട്ടിപ്പറമ്പ് വിജയനും 180-ൽ പരം വാദ്യകലാകാരന്മാരും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ചെണ്ടമേളവും നടക്കും. 6:30-ന് നിറമാല, ദീപാരാധന, 7:30-ന് വർണ്ണമഴ, 7:45-ന് കേളി, തായമ്പക, 8-ന് നൃത്തോത്സവവും ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 2:30-ന് താലപ്പൊലിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ്, രാവിലെ 8 മുതൽ ദാരികൻ, കാളി, മൂക്കൻ ചാത്തൻ, കാളകളി എന്നിവയുമുണ്ടാകും. ഷിനോദ് കുട്ടൻപാറൻ, സുദർശൻ കുട്ടംപറമ്പത്ത്, മോഹൻദാസ് ഇത്തിക്കാട്ട്, പീതാംബരൻ കുറുക്കൻപര്യ, ഹിറോഷ് ത്രിവേണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ജനുവരി 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഏകദേശം 1886 തുടങ്ങിയ ഉത്സവമാണ്. ഇപ്പോൾ ഈ വർഷം 140ാമത്തെ ഉത്സവമാണ് നമ്മൾ നടത്തുന്നത്. ഉത്സവ ദിവസം ജനുവരി 26-ാം തീയതി കാലത്ത് ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 4 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ്, 7 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് പാക്കത്ത് ശ്രീകുട്ടൻ ദേവിടെ തിടമ്പേറ്റുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം എന്നിവയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കൃഷ്ണദേവ് ദിലീപ് കുമാറിന് അനുമോദനവുമായി സൗഹൃദ ഫൗണ്ടേഷൻ. കൃഷ്ണദേവിനെ പഠിക്കുന്ന വിദ്യാലയമായ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ എത്തിയാണ് അനുമോദിച്ചത്. സൗഹൃദ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആൻഡോ തുറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു ജോർജ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് CR റീമ, സീന ഫ്രാൻസിസ്, ടെജി ജോമോൻ എന്നിവർ സംസാരിച്ചു. വളർന്നു വരുന്ന പ്രതിഭകൾക്ക് അവരെ ഒക്കെ ഉതകുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുടുംബം ഞങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലുള്ള കുട്ടിയാണ് കൃഷ്ണദേവ്. അപ്പോൾ അതുപോലെ തന്നെ അവരച്ഛനും അമ്മയും അതിന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം അവന് കൊടുക്കുന്നുണ്ട്. അതിൽ അവൻ അച്ചീവ്മെൻറ്റ് അവർ നേടുകയും അതുപോലെ തന്നെ സ്കൂളിനും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബത്തിനുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ തവണ 3 ഇനങ്ങളിലാണ് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞത്. അത് ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനൊരു പ്രോത്സാഹനം തരാൻ മനസ്സിലാക്കി സൗഹൃദ ഫൗണ്ടേഷന് ഇന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും, എന്നെ ഒരുക്കിയ സീനിയർ ടീച്ചർക്കും, എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മനസ്സിലാക്കിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് റീമ ടീച്ചർക്കും ടെജി ടീച്ചർക്കും എല്ലാവർക്കും, എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും നന്ദി. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് തളിക്കുളം ഇടശ്ശേരിയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഔട്ട്ലെറ്റ് MC ഫ്യൂവൽസ് പ്രവർത്തനം ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കസ്റ്റമേഴ്സായിട്ട് സ്റ്റാഫും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സൗഹൃദപരമായ ഇടപെടലുകളിലൂടെ ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്നും ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് സീനിയർ റീജിയണൽ മാനേജർ B അരുൺകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ആദ്യ വിൽപ്പന നടത്തി. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ കൂടെ വളരെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ പ്രദേശം എൻ്റെ സ്വന്തം പ്രദേശമായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത് എല്ലാ കാലത്തും. പ്രത്യേകിച്ച് അച്ചുക്കാനെ പോലുള്ള ആൾക്കാരും നാസർക്കയും ഇവരൊക്കെ കൂടി അടങ്ങുന്ന ഒരു ബൃഹത്തായ സൗഹൃദ വലയം ഇവിടെ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. MC ഫ്യൂവൽസ് ഉടമ നിയാസ് MC, ബ്ലോക്ക് മെമ്പർ MP ഭാസ്കരൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീന സുഭാഷ്, വാർഡ് മെമ്പർ മിനി രമേശ്, CM നൌഷാദ്, നീമ നിയാസ് എന്നിവർ സംസാരിച്ചു. എൻ്റെ ഒരു 3 വർഷത്തെ പ്രയത്നമാണ് ഇന്നിവിടെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞു നമ്മുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അത് കീപ്പപ്പ് ചെയ്യാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. അത് തുടക്കത്തിൽ തന്നെ എനിക്കും നിയാസ്കാർക്കും ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ്. നമ്മുടെ സ്റ്റാഫിനോടും അത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പേരെടുത്ത് പറയാൻ നിന്നാൽ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒപ്പം കട്ടക്ക് നിന്നെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ മധുച്ചേട്ടൻ, പിന്നെ മരണപ്പെട്ടു പോയ നമ്മുടെ ബാബുവേട്ടൻ,
ബാബുവേട്ടൻ്റെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്നേഹിക്കുന്നു. പിന്നെ പേരെടുത്ത് പറയാൻ നിൽക്കുന്നില്ല, ഒരുപാട് പേര് നമ്മുടെ ഒപ്പം നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പെരിങ്ങോട്ടുകര കിഴക്കുമുറിയിൽ വീട് കത്തി നശിച്ചു. പെരിങ്ങോട്ടുകര GHS LP സ്കൂളിൽ പ്രീ സ്കൂൾ വർണ്ണക്കൂടാരവും സ്മാർട്ട് ക്ലാസ് റൂമും ഉദ്ഘാടനം ചെയ്തു. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായ ഓട്ടോ ഡ്രൈവറെ അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.